ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് RRB റീജിയണൽ റൂറൽ ബാങ്ക്സ്. Regional rural banks are Indian scheduled commercial banks operating regional level in different states of India. ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ റീജിയണൽ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെയാണ് നമ്മൾ RRB എന്ന് പറയുന്നത്. RRB എസ്റ്റാബ്ലിഷ് ചെയ്തത് 1975 ഒക്ടോബർ 2-നാണ്. ഒക്ടോബർ 2 1975 RRB എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി 20 പോയിൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് RRB അനൗൺസ് ചെയ്തത്. ഇന്ദിരാഗാന്ധി 20 പോയിൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് RRB അനൗൺസ് ചെയ്തത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1975 ഒക്ടോബർ 2-നാണ്. എന്നാൽ RRB ആക്ട് നിലവിൽ വന്നത് 1976-ലാണ്. 1976-ലാണ് RRB ആക്ട് പാസ്സായിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് RRB ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് അറ്റ് മൊറാദാബാദ്, യു പിയിലുള്ള മൊറാദാബാദിൽ ആരംഭിച്ചതാണ് ഇന്ത്യയിലെ ആദ്യത്തെ RRB. കേരളത്തിലെ കേരള ഗ്രാമീൺ ബാങ്ക് ഈസ് ദ ലാർജസ്റ്റ് RRB ഇൻ ഇന്ത്യ. കേരള ഗ്രാമീൺ ബാങ്കാണ് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് RRB. ദ ബാങ്ക് provide credit to the weaker sections of the rural areas, particularly the small and marginal farmers, agricultural laborers and small entrepreneurs. RRBയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ പ്രൊവൈഡ് ക്രെഡിറ്റ് ടു ദ വീക്കർ സെക്ഷൻസ് ഓഫ് ദ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയയിലുള്ള വീക്കർ സെക്ഷൻസിന് ക്രെഡിറ്റ് കൊടുക്കുക എന്നുള്ളതാണ് RRBയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഇനി ഈ വീക്കർ സെക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പെർട്ടിക്കുലർലി അഗ്രികൾച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള എംപ്ലോയീസ്, മാർജിനൽ ഫാമേഴ്സ്, സ്മോൾ എൻ്റർപ്രണേഴ്സ്, ഇത്തരം വ്യക്തികൾക്ക് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് RRBയുടെ മെയിൻ ഒബ്ജക്റ്റീവ്. RRB വാസ് സ്പോൺസേഡ് ബൈ സിൻഡിക്കേറ്റ് ബാങ്ക്. ആദ്യത്തെ RRB സ്പോൺസർ ചെയ്തിട്ടുള്ളത് സിൻഡിക്കേറ്റ് ബാങ്കാണ്. സിൻഡിക്കേറ്റ് ബാങ്ക്. RRBയുടെ റെഗുലേറ്ററി അതോറിറ്റി RBI ആണ്. RBI ആണ് RRBകളുടെ റെഗുലേറ്ററി അതോറിറ്റി, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI ആണ് ഇത്തരം RRBകളുടെ റീജിയണൽ റൂറൽ ബാങ്കുകളുടെ റെഗുലേറ്ററി അതോറിറ്റി. എന്നാൽ RRBകളുടെ സൂപ്പർവൈസറി അതോറിറ്റി നബാർഡാണ്. ഓക്കെ, സൂപ്പർവൈസറി അതോറിറ്റി നബാർഡാണ്. ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക്, RRBകളുടെ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സ്പോൺസർ ബാങ്ക് ഇൻ ദ റേഷ്യോ 50:15:35. RRBകളുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഈ കോൺട്രിബ്യൂഷൻ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സ്പോൺസർ ബാങ്കും ഉൾപ്പെടുന്നതാണ്. അതിൻ്റെ ഒരു റേഷ്യോ ആണ് 50:15:35. 50:15:35. ഈ റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് 50%, 15% സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും, സ്പോൺസർ ബാങ്ക് നമ്മുടെ RRBയെ സ്പോൺസർ ചെയ്യുന്ന സ്പോൺസർ ബാങ്കിന് 35% ആയിരിക്കും ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ദെൻ CK ചക്രവർത്തി കമ്മിറ്റി, ഈ കമ്മിറ്റി റിപ്പോർട്ട് RRBയുമായി റിലേറ്റ് ചെയ്തതാണ്. അതായത് റീക്യാപിറ്റലൈസേഷൻ ഓഫ് RRB അത്തരത്തിലൊരു കാര്യം കൊണ്ടുവന്നിട്ടുള്ളത് 2009 C ചക്രവർത്തി കമ്മിറ്റിയാണ്. ദെൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. അത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ RRB എസ്റ്റാബ്ലിഷ് ചെയ്തത് നരസിംഹം കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ബേസിലാണ്. ശ്രദ്ധിക്കുക, RRB എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് നരസിംഹം കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ബേസിലും CK ചക്രവർത്തി കമ്മിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളത് റീക്യാപിറ്റലൈസേഷൻ ഓഫ് RRBയുടെ റീക്യാപിറ്റലൈസേഷനാണ് ചക്രവർത്തി കമ്മിറ്റി. RRB എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് നരസിംഹം കമ്മിറ്റി ബേസിലാണ്. ദെൻ സെൻട്രൽ ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻസ് ടു RRBs ആർ ഗിവൺ ത്രൂ നബാർഡ്. സെൻട്രൽ ഗവൺമെൻറ്റിന് RRBകളിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നബാർഡ് വഴിയാണ് നൽകുന്നത്. നബാർഡ് RRBകളുടെ സൂപ്പർവൈസറി അതോറിറ്റിയാണ്. സ്പീഡി റൂറൽ ഡെവലപ്മെൻറ്റ് വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് RRBയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. റൂറൽ ഏരിയകളുടെ ഡെവലപ്മെൻ്റ് ആണ് RRBകളുടെ മെയിൻ ഒബ്ജക്റ്റീവ്. ദെൻ 2013 ഡോക്ടർ വ്യാസ് കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് RRBകളുടെ അമാൽഗമേഷൻ നടന്നത്.
നരസിംഹം കമ്മിറ്റിയാണ് RRB എസ്റ്റാബ്ലിഷ് ചെയ്തത്. ചക്രവർത്തി കമ്മിറ്റിയാണ് റീക്യാപിറ്റലൈസേഷൻ കൊണ്ടുവന്നത് 2009. 2013 അമാൽഗമേഷൻ ഓഫ് RRB അത് റെക്കമെൻഡ് ചെയ്തത് ഡോക്ടർ വ്യാസ് കമ്മിറ്റിയാണ്. അതിനുശേഷം ഇന്ത്യയിലുള്ള ടോട്ടൽ RRBകളുടെ നമ്പർ എന്ന് പറയുന്നത് 43. ഇന്ത്യയിൽ മൊത്തമായി 43 RRBകളുണ്ട്. എന്നാൽ RRBകൾ ഇല്ലാത്ത 2 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് സിക്കിമും ഒന്ന് ഗോവയുമാണ്. സിക്കിമിലും ഗോവയിലും ഈ 2 സംസ്ഥാനങ്ങളിലും RRBകൾ നിലവിലില്ല. ഇനി ഓരോ RRBയും നമ്മൾ പറഞ്ഞു സ്പോൺസർ ബാങ്ക് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, റെഗുലേറ്ററി അതോറിറ്റി RBI ആണ്, അതേപോലെ തന്നെ സൂപ്പർവൈസറി അതോറിറ്റി നബാർഡാണ്. ഇത്തരം RRBകളുടെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്നത് 9 അംഗ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. 9 അംഗ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഇൻക്ലൂഡിങ് ചെയർമാൻ. ഈ ചെയർമാൻ എന്ന് പറയുന്നത് ഓഫീസർ ഓഫ് ദ സ്പോൺസർ ബാങ്ക് ആയിരിക്കും. സ്പോൺസർ ബാങ്കിലെ ഓഫീസറായിരിക്കും ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ചെയർമാൻ. ഗവൺമെൻറ്റിൻ്റെ നോമിനികളുണ്ടായിരിക്കും, നബാർഡ് ത്രൂ നോമിനികളുണ്ടായിരിക്കും, RBI ത്രൂ നോമിനികളുണ്ടായിരിക്കും. അത്തരത്തിൽ 9 അംഗ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് RRBകളെ മാനേജ് ചെയ്യുന്നത്. ചെയർമാൻ എന്ന് പറയുന്നത് സ്പോൺസർ ബാങ്കിൻ്റെ ഓഫീസറായിരിക്കും. ദെൻ റീജിയണൽ റൂറൽ ബാങ്ക്സിൻ്റെ അമെൻമെൻറ്റ് ആക്ട് 2015 അമെൻമെൻറ്റ് ആക്ട് പ്രകാരം നമുക്ക് തന്നിട്ടുള്ള ഓതറൈസ്ഡ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അതിന് മുന്നേ വരെ 5 കോടിയായിരുന്നു. 5 crores ആണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതിനെ ഇൻക്രീസ് ചെയ്ത് അമെൻമെൻറ്റ് പ്രകാരം ഇൻക്രീസ് ചെയ്ത് 2000 കോടി എത്തി. 2000 കോടി ഈ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ഇൻക്രീസ് ചെയ്തു. ദെൻ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് 15%, സെൻട്രൽ ഗവൺമെൻറ്റിന് 50%, സ്പോൺസർ ബാങ്കിന് 35% ഉണ്ടായിരുന്ന ഈ റേഷ്യോ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ റേഷ്യോയിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളൊരു അമെൻമെൻറ്റ് വന്നത് 2015 കൂടിയാണ്. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള 50% കുറയാൻ പാടില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള റേഷ്യോ 15 നിന്ന് ഉയർത്താം. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള 50% ഷെയർ അതിൽ നിന്നും കുറയാൻ പാടില്ല. ബാക്കി വ്യത്യാസങ്ങൾ വരുത്താം. ഇനി ഇത്തരം ഒരു ക്യാപിറ്റലിൽ വന്നിട്ടുള്ളൊരു മാറ്റം അല്ലെങ്കിൽ റേഷ്യോയിൽ വന്നിട്ടുള്ളൊരു ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ റേഷ്യോയിൽ വന്നിട്ടുള്ളൊരു മാറ്റം enabling RRBs to raise capital from other sources. RRBs can now raise capital from sources other than central government, state government and sponsor bank. അപ്പോൾ ഇത്തരത്തിൽ ക്യാപിറ്റലിൽ ഉണ്ടാകുന്ന റേഷ്യോയിൽ ചേഞ്ചസ് വരുത്താം എന്നൊരു അമെൻമെൻറ്റ് വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? അതർ സോഴ്സിൽ നിന്നും ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കാം എന്നുള്ളൊരു നിയമം വന്നു. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് 50% കുറയാൻ പാടുള്ളതല്ല. ഇനി അതിനുശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അമെൻമെൻറ്റ് എന്ന് പറയുന്നത് 2025 ദ മോസ്റ്റ് റീസെൻറ്റ് ആൻഡ് ഇമ്പാക്ട്ഫുൾ അപ്ഡേറ്റ് ഈസ് ദ കൺസോളിഡേഷൻ ഓർ അമാൽഗമേഷൻ ഓഫ് RRBs അണ്ടർ ദ വൺ സ്റ്റേറ്റ് വൺ RRB ഇനീഷ്യേറ്റീവ് എഫക്റ്റീവ് May 1, 2025. 2025 May 1 ഇത്തരത്തിലൊരു അമെൻമെൻറ്റ് പ്രാബല്യത്തിലായിട്ടുള്ളത്. വൺ സ്റ്റേറ്റ് വൺ RRB, ഒരു സംസ്ഥാനത്ത് ഒരു RRB എന്നുള്ള രീതിയിലേക്കുള്ളൊരു അമെൻമെൻറ്റ് നിലവിൽ വന്നിട്ടുണ്ട്. ദെൻ ഫാദർ ഓഫ് RRB ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ RRBസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ. കേരള ഗ്രാമീൺ ബാങ്ക് നമ്മൾ കണ്ടു. ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് RRB ആണ് കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക് വാസ് ഫോംഡ് ഓൺ 8th July 2013. 2013 ജൂലൈ 8 കേരള ഗ്രാമീൺ ബാങ്ക് ഫോം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ RRB ആണ് കേരള ഗ്രാമീൺ ബാങ്ക്. അതേപോലെ തന്നെ ദ ഓൺലി വൺ RRB ഇൻ കേരള. കേരളത്തിലുള്ള ഒരേ ഒരു RRB റീജിയണൽ റൂറൽ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്കാണ്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മലപ്പുറമാണ്. സ്പോൺസർ ബാങ്ക് കാനറ ബാങ്കാണ്. കേരള ഗ്രാമീൺ ബാങ്കിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനറ ബാങ്കാണ്. ദെൻ കേരള ഗ്രാമീൺ ബാങ്ക് വാസ് ഫോംഡ് ബൈ അമാൽഗമേറ്റിംഗ് 2 RRBs ഓഫ് കേരള. കേരള സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ആൻഡ് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്. സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും അമാൽഗമേറ്റ് ചെയ്ത് രൂപപ്പെട്ടതാണ് കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക്. ശ്രീമതി വിമല വിജയഭാസ്കറാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഏറ്റവും പുതിയ ചെയർമാൻ.
ഇത്രയാണ് കേരള ഗ്രാമീൺ ബാങ്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഇന്ന് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തു. കേരള ഗ്രാമീൺ ബാങ്ക്, ദ ലാർജസ്റ്റ് RRB ഇൻ ഇന്ത്യ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.